വേദനയാവുകയാണ് വിഷ്ണു എന്ന ആനപ്പാപ്പാൻ. അന്നമുട്ടിയ കൈകളെ മറന്ന കുട്ടിക്കൊമ്പൻ വിഷ്ണുവിന്റെ ജീവൻ എടുത്തപ്പോൾ എന്താണ് ഇത്രയും പക പാപ്പാനോട് ആ കുട്ടിക്കൊമ്പൻ ഉണ്ടാവാൻ എന്ന കാരണം ആർക്കും അറിയില്ല. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് വിഷ്ണുവിന് നേരെ കുട്ടിക്കൊമ്പൻ ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ കുട്ടി ആനകളെ കുളിപ്പിക്കുന്ന നെയ്യാർ ഡാം റിസർവോയറിലെ ഇരപ്പ് പാറക്കടവിലാണ് സംഭവം നടക്കുന്നത്. വിഷ്ണു വർഷങ്ങളായി പരിപാലിച്ചിരുന്ന 9 വയസ്സുള്ള മനു എന്ന ആനയുടെ ആക്രമണത്തിലാണ് വിഷ്ണുവിന് ജീവൻ നഷ്ടമായത്. പൊതുവെ കുറുമ്പനാണ് മനു. മനുവിനെ വിഷ്ണുവിന് മാത്രമേ മെരുക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. പുനരധിവാസ കേന്ദ്രത്തിലെ റിസർവോയറിൽ കുളിപ്പിക്കുമ്പോഴാണ് മനു എന്ന 10 വയസ്സുള്ള ആന പാപ്പാനെ അപ്രതീക്ഷിതമായി ആക്രമിച്ചത്. തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് വെള്ളത്തിൽ താഴ്ത്തി പൊങ്ങി വരാനുള്ള ശ്രമം തടഞ്ഞ് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നുവെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നു. വിഷ്ണുവിനെ രക്ഷിക്കാനുള്ള ശ്രമം തടഞ്ഞ ആന വെള്ളത്തിൽ നിലയുറപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റാനകളുടെ പാപ്പാന്മാർ വിഷ്ണുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും കുട്ടിക്കൊമ്പൻ ആരെയും അടുപ്പിച്ചില്ല. 10 മണിയോടെ വനപാലകരും പാപ്പാന്മാരും ചേർന്ന് കൊലയാളി ആനയെ വിരട്ടി മാറ്റിയ ശേഷമാണ് വിഷ്ണുവിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത്. ആര്യനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. ആന പ്രകോപിതനാകാനുള്ള കാരണം വ്യക്തമല്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആനകളോടുള്ള ഇഷ്ടം കൊണ്ട് 18-ാം വയസ്സിലാണ് കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ താൽക്കാലിക ജീവനക്കാരനായ വിഷ്ണു ജോലിക്കെത്തുന്നത്. അച്ഛന്റെ നാടായ വിതുരയിൽ വെച്ച് ആനകളോടുള്ള തോന്നിയ പ്രിയം മുതിർന്നപ്പോഴും വളർന്നു വരികയായിരുന്നു. 4 വർഷം മുൻപ് ആനയുടെ ആക്രമണത്തിൽ ചെറിയ പരിക്കേറ്റിരുന്നു എങ്കിലും വിഷ്ണു ആനപ്രേമം കൈവിട്ടില്ല. 2 ദിവസം മുൻപായിരുന്നു വിഷ്ണു അവസാനം വീട്ടിലെത്തി മടങ്ങിയത്. വനം വകുപ്പിൽ സർക്കാർ ജോലി എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് വിഷ്ണുവിന്റെ മടക്കം. പത്തനംതിട്ടയിലെ ആന സങ്കേതത്തിൽ പാപ്പാൻ തസ്തികയിൽ പരീക്ഷ എഴുതി പട്ടികയിൽ ഇടം നേടിയിരുന്നു. നിയമന ഉത്തരവ് കാത്തിരിക്കുകയാണ് ദാരുണാന്ത്യം. ഇത് ആദ്യത്തെ സംഭവമാണ് എന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം. 2018 മുതൽ ഇവിടെ പാപ്പാനായി ജോലി ചെയ്യുകയായിരുന്നു വെങ്ങാനൂർ സ്വദേശി വിഷ്ണു. പാപ്പാൻ ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വിഷ്ണു ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്. പൊതുവെ കുറുമ്പനായ കുട്ടിക്കൊമ്പൻ മനുവിനെ മെരുക്കാൻ വിഷ്ണുവിന് മാത്രമേ കഴിയൂ എന്ന് ഒപ്പമുള്ള ജീവനക്കാർ പറഞ്ഞിരുന്നു. ഏറെ സ്നേഹിച്ച ആന തന്നെ വിഷ്ണുവിനെ അന്തകനായി മാറി. 2007 ആന പുനരധിവാസ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. പാപ്പാന്മാരുടെ നേരെ മുൻപും ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുഷ്കരൻ എന്ന ഒരു പാപ്പാന് 2022 നവംബറിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ആനയ്ക്ക് തീറ്റ നൽകുമ്പോൾ പാപ്പാന്റെ 2 വിരലുകൾ ആന കടിച്ചു മുറിച്ചു. പല സഞ്ചാരികൾക്കും ചെറിയ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. നെയ്യാർ ഡാം റിസർവോയറിന്റെ കാപ്പുകാട് കിഴക്കുമല പ്രദേശത്താണ് കേന്ദ്രത്തിലെ ആനകളെ രാവിലെ കുളിപ്പിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ഇന്നലെ വിഷ്ണുവിന് നേരെ ആന തിരിഞ്ഞത്. ആന ഇത്ര രോഷാകുലനായതിന്റെ കാരണം വ്യക്തമല്ല. ആനയെ നന്നായി പരിചരിക്കുന്ന വിഷ്ണുവിനെ അനുസരിക്കുന്ന പതിവാണ് മനുവിനുള്ളത്. ഇന്നലെ കുളിപ്പിക്കുന്നതിനിടെ പെട്ടെന്ന് തുമ്പിക്കയിൽ കോരിയെടുത്ത് വിഷ്ണുവിനെ വെള്ളത്തിലടിച്ചു. പിന്നാലെ ചവിട്ടി എന്നാണ് ഒപ്പമുണ്ടായിരുന്ന ചിലർ നൽകുന്ന വിവരം. ഇതിനിടെ അഗ്നിരക്ഷാസേന വിവരം അറിയിച്ചു എങ്കിലും അവരെത്തും മുൻപ് വിഷ്ണുവിനെ സഹപ്രവർത്തകർ വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 16 ആനകളാണ് പുനരധിവാസ കേന്ദ്രത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.